ടീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ്. പക്ഷേ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് ഫിസിക്കലി പോയിട്ട്. കാരണം നിലവിൽ ആസ് ഓഫ് നൗ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് തേർഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മോസ്റ്റ് പ്രോബബിളി പറയാനുള്ള ചാൻസ് 24-ന് ശേഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റിസ്ക് എടുക്കുന്നത് നല്ലതല്ല നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫീസിൻ്റെ കാര്യമാണ്. പല വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ട്, ഞാൻ ഇപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് എനിക്ക് താല്പര്യമില്ലാത്ത കോളേജാണ്, ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ പോയിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫർദർ അലോട്ട്മെൻറ്റിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡിൽ നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് ഷുവർ ആയിട്ടുള്ള കാര്യം. അത് പുതുതായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഓക്കെ. പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾ പെനാൽറ്റി ഫീ ഒന്നും 2000 രൂപ എന്തോ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് വരുവാണെങ്കിൽ കണ്ടിന്യൂഷൻ ആണെങ്കിൽ നിങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലൈക്ക് നേരത്തെ ഫീസ് അടയ്ക്കാതെ അഡ്മിഷൻ എടുക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് അടയ്ക്കേണ്ടതും അടയ്ക്കേണ്ടാത്തവർ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫീസ് അടച്ചു അഡ്മിഷൻ എടുത്തു, പുതുതായിട്ടൊരു കോളേജ് വരികയാണ്, അവിടുത്തെ ഫീസ് ഹയർ ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫീസ് അടച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു 40,000 അടച്ചിട്ടാണ്, നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്ന കോളേജ് 50,000 രൂപയാണെങ്കിൽ നിങ്ങൾ 10,000 എക്സ്ട്രാ അടച്ചാൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന കോളേജ് 40,000 ആണ് ഫീസ്. ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ 30,000 ആണെങ്കിൽ നിങ്ങൾ 10,000 രൂപ കുറവില്ല, അത് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരും ഫീ. ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ അഡ്മിഷൻ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു റിസ്ക് ഉണ്ട്. കണ്ടിന്യൂഷൻ സെക്കൻഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തേർഡ് പോവുകയാണെങ്കിൽ പണി കിട്ടും. അങ്ങനെ പോകാനുള്ള ചാൻസ് കുറവാണ്, ബട്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അറിയില്ലേ, സിയുടെ കാര്യമാണ്. ലാസ്റ്റ് ഇയറിൽ തേർഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ടാണ് നടന്നിരുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഈ വർഷം അവർ മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ.